ധനുഷ്കോടി എന്ന് പറഞ്ഞുള്ളൊരു സിനിമ. അതിൻ്റെ തിരക്കഥ എഴുതിയത് ടി ദാമോദരൻ മാഷാണ്. അത് സംവിധാനം ചെയ്തത് നമ്മുടെ പ്രിയദർശനാണ്. അതൊരു അധോലോക രാജാവിൻ്റെ കഥയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെ ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഗംഭീര പടമാണ്. 1990-ലാണ് ആ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയത്. ഒരു 50% ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ദാമോദരൻ മാഷ കഥ വെച്ചിട്ടാണ് നമ്മുടെ ഐ വി ശശി ആയത്. അദ്ദേഹം പോലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇന്നിപ്പോൾ മലയാളത്തിലില്ല. അതിൻ്റെ ഒരു കുറവ് പ്രേക്ഷകർക്കുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങളൊക്കെ. ഐ വി ശശിയുടെ എല്ലാ പടങ്ങളും അദ്ദേഹം തന്നെ എഴുതിയെന്ന് തോന്നുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിടിലം ഡയലോഗും കിടിലം, അതുപോലെ തന്നെ ജീവിതഗന്ധിയായുള്ള കഥകളാണ് അദ്ദേഹം എഴുതുന്നത്. അത്രയും ഗംഭീര അധോലോക കഥ എഴുതാൻ അദ്ദേഹം ഭയങ്കരനാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ കഥകൾ എഴുതാനും അദ്ദേഹം ഭയങ്കരനാണ്. എല്ലാം തികഞ്ഞൊരു ഭയങ്കര ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ടി ദാമോദരൻ മാഷ്. കോഴിക്കോടിന് അദ്ദേഹത്തിൻ്റെ ദേശം. അപ്പോൾ അദ്ദേഹം എഴുതിയതിലാണ് നമ്മുടെ പ്രിയദർശൻ കയ്യും കാലും പിടിച്ചിട്ട് കിട്ടിയതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു പടം. അത് മോഹൻലാൽ, അതുപോലെ തന്നെ രഘുവരൻ, അതുപോലെ തന്നെ ശ്രീനിവാസൻ, ഇവരൊക്കെ ഗംഭീര അഭിനയം കാഴ്ചവെച്ചൊരു പടമാണത്. ആ പടം 50% ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർമാർ തമ്മിലുള്ളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ ആ പടത്തിൻ്റെ റൈറ്റ്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയൊരു കേസ് വന്നു. ആ കേസ് വന്നതോടുകൂടിയിട്ട് പടം ഷൂട്ടിംഗ് അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ ആ പടം ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് തീരുമാനമായി. അതോടുകൂടി ആ പടം ഉപേക്ഷിച്ചു. ഇപ്പോൾ ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു പടം അധോലോക നായകൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല പടം അതായേനെ. പക്ഷേ കാലക്കേട് സൂപ്പർ സ്റ്റാറിനും ബാധിച്ചു എന്ന് പറയാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ആ പടം അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ പ്രിയദർശൻ ഏറ്റവും അധികം വിഷമമായി ആ പടം അവസാനിപ്പിച്ചത്. പ്രിയദർശൻ്റെ പേര് എത്രയും ഗംഭീരമായിട്ട് ജനങ്ങളിലേക്ക് എത്തേണ്ട ഇതുപോലൊരു സിനിമ എടുക്കാൻ പ്രിയദർശന് കഴിയും, ചിരിപ്പടം മാത്രം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സംവിധാനം കഴിയും എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയൊരു പടമായിരുന്നത്. ജിത്തു ജോസഫിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് റാം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ത് പറ്റി? പ്രൊഡ്യൂസർമാർ തമ്മിലുള്ള വഴക്കാണ് എന്നാണ് ജിത്തു ജോസഫ് പറയുന്നത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കോടികൾ ചെലവ് ചെയ്ത് ഇത്രയും ഷൂട്ട് ചെയ്ത ആ സിനിമ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉപകാരമില്ല, പ്രൊഡ്യൂസർമാർക്ക് ഉപകാരമില്ല. അതുകൊണ്ട് ഒരു ഉപകാരം ജിത്തു ജോസഫിനും ഇല്ല. എങ്ങനെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പിന്നെ ഏതെങ്കിലും ആൾക്കാർക്ക് ഒരു സഹകരണ സംഘം പോലെ അത് ഏറ്റെടുത്ത് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള കാര്യങ്ങൾ നീക്കേണ്ടത് ജിത്തു ജോസഫാണ്. ജിത്തു ജോസഫിൻ്റെ കരിയറിലെ വലിയൊരു ഒരു ഭയങ്കര സിനിമയായിട്ട് ജനങ്ങൾ അംഗീകരിക്കേണ്ട ഒരു പടമാണത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പെട്ടിയിലിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതും അതിൻ്റെ പിന്നാലെ ശ്രദ്ധിക്കേണ്ടതും ജിത്തു ജോസഫാണ്. പക്ഷേ ജിത്തു ജോസഫ് അതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. അതാണ് കഷ്ടം.